പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ സഹായ വാഗ്ദാനവുമായി കാനഡ രംഗത്ത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം ഇന്ത്യയുടെ എണ്ണ വിതരണ ശൃംഖലയിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എണ്ണയും ദ്രവീകൃത പ്രകൃതിവാതകവും ദീർഘകാലാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യാൻ തയ്യാറാണെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അറിയിച്ചു. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ വരും പതിറ്റാണ്ടുകളിൽ ഗണ്യമായി വർദ്ധിക്കുമെന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ചൂണ്ടിക്കാട്ടി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയുടെ വിശ്വസ്ത ഊർജ്ജ പങ്കാളിയാകാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് കാനഡ മുമ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക വളർച്ചയും വ്യവസായ മേഖലയുടെ വിപുലീകരണവും കണക്കിലെടുക്കുമ്പോൾ 2040 ഇന്ത്യയുടെ ഊർജ്ജ ഉപഭോഗം ഇരട്ടിയായേക്കും. ഈ സാഹചര്യത്തിൽ എണ്ണ, വാതകം, ആണവോർജ്ജത്തിന് ആവശ്യമായ ധാതുക്കൾ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പശ്ചിമ തീരത്തു നിന്നുള്ള LNG വിതരണത്തിലൂടെയും ക്ലീൻ ടെക്നോളജിക്ക് ആവശ്യമായ ധാതുക്കളിലൂടെയും ഇന്ത്യയുടെ ഹരിത ഊർജ്ജ പരിവർത്തനത്തിന് പിന്തുണ നൽകാൻ കാനഡ സജ്ജമാണെന്നും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി വ്യക്തമാക്കി. ഏകദേശം $2.5 ബില്യൺ മൂല്യമുള്ള യുറേനിയം വിതരണ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകളും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവോർജ്ജ പദ്ധതികൾക്ക് വലിയ കരുത്തേകുമെന്നാണ് പ്രതീക്ഷ. ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള പാതയെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യ ഇതിനകം തന്നെ വിവിധ രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തിവരികയാണ്. റഷ്യ, യൂറോപ്പ് തുടങ്ങിയ പുതിയ പങ്കാളികൾക്കൊപ്പം കാനഡയെയും ഉൾപ്പെടുത്തി ഇന്ധന ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള വിതരണം തടസ്സപ്പെട്ടതോടെ അധിക ഡീസൽ വിതരണത്തിനായി ഇന്ത്യയെ സമീപിച്ച് ബംഗ്ലാദേശ് രംഗത്തെത്തിയിരുന്നു. മാർച്ച് മുതൽ ജൂൺ വരെ 50,000 മെട്രിക് ടൺ ഡീസലാണ് ബംഗ്ലാദേശ് ഇന്ത്യയോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ എണ്ണ റിസർവ് സുസ്ഥിരപ്പെടുത്താനും ക്ഷാമം തടയാനുമാണ് നടപടി. മാർച്ച് 9 ബംഗ്ലാദേശ് ധനകാര്യമന്ത്രി അമീർ ഖസ്രു മഹ്മൂദ് ചൌധരിയും ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഡീസൽ അഭ്യർത്ഥിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ തന്നെ ഇന്ത്യയുമായി ബംഗ്ലാദേശിന് ഡീസൽ വിതരണത്തിന് കരാറുണ്ട്. കരാറിന്റെ ഭാഗമായി ന്യൂമലിഗഡ് റിഫൈനറിയിൽ നിന്നുള്ള പൈപ്പ് ലൈൻ വഴി 5,000 മെട്രിക് ടൺ ഡീസൽ ഇന്ത്യ ബംഗ്ലാദേശിന് കൈമാറിയിട്ടുണ്ട്. ഇന്ത്യൻ ഓയിലിൽ നിന്ന് ഏകദേശം 30,000 മെട്രിക് ടൺ ഉറപ്പാക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. 6 മാസത്തിനുള്ളിൽ 90,000 ടൺ ഡീസൽ ബംഗ്ലാദേശിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യണമെന്നതാണ് കരാർ. അടുത്ത 2 മാസത്തിനുള്ളിൽ 6 മാസത്തേക്ക് ആവശ്യമായ മുഴുവൻ ഡീസലും എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ബംഗ്ലാദേശ് പെട്രോളിയം കോർപ്പറേഷൻ ചെയർമാൻ പറഞ്ഞു. അസമിലെ ന്യൂമലിഗഡ് റിഫൈനറിയിൽ നിന്ന് ബംഗ്ലാദേശ് ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് പൈപ്പ് ലൈൻ വഴിയാണ് വടക്കൻ ബംഗ്ലാദേശിലെ ദിനാജ്പൂരിലുള്ള പർബതിപൂർ ഡിപ്പോയിലേക്ക് 5,000 മെട്രിക് ടൺ ഡീസൽ എത്തിച്ചത്. എണ്ണ വിതരണം തടസ്സപ്പെടുന്നതോടെയുള്ള പ്രതിസന്ധി മുന്നിൽ കണ്ട് കടുത്ത നടപടികളാണ് ബംഗ്ലാദേശിൽ സ്വീകരിക്കുന്നത്. പെരുന്നാൾ അവധി മുന്നോട്ടാക്കി തിങ്കളാഴ്ച മുതൽ രാജ്യത്തുടനീളമുള്ള എല്ലാ പൊതു സ്വകാര്യ സർവകലാശാലകളും അടച്ചു. വൈദ്യുത ഉപഭോഗം കുറയ്ക്കാനും എണ്ണ ഉപയോഗം കുറയ്ക്കാനുമാണ് നടപടി. എണ്ണ വിൽപ്പനയ്ക്ക് സർക്കാർ പരിധി വച്ചിട്ടുണ്ട്. വൈദ്യുതിക്കും ഗതാഗതത്തിനും എണ്ണ ഉപയോഗിക്കുന്ന ബംഗ്ലാദേശ് സിംഹഭാഗവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അതേസമയം നിലവിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് സൈനിക അകമ്പടി നൽകാനാവില്ലെന്ന് US നാവികസേന അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം ആഗോള ഷിപ്പിംഗ് വ്യവസായ മേഖലയെ സേന അറിയിച്ചെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യുദ്ധം ആരംഭിച്ചത് മുതൽ ഈ സുപ്രധാന ജലപാതയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന ടാങ്കറുകൾക്ക് സംരക്ഷണം വേണമെന്ന ഷിപ്പിംഗ് കമ്പനികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഷിപ്പിംഗ്, ഓയിൽ മേഖലകളിലെ പ്രതിനിധികളുമായി US നേവി പതിവായി ചർച്ചകൾ നടത്തിവരുന്നു. ഭീഷണിയുടെ സാഹചര്യത്തിൽ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് സാധിക്കില്ലെന്ന് ഈ കൂടിക്കാഴ്ചകളിൽ നേവി വ്യക്തമാക്കുകയായിരുന്നു. ആക്രമണ സാധ്യത കുറഞ്ഞാൽ മാത്രമേ അകമ്പടി സാധ്യമാകൂ എന്നാണ് നാവികസേനയുടെ നിലപാടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.